എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ ഷാജിയെ കുറിച്ചിട്ട് വലിയ അറിവൊന്നുമില്ലെന്നല്ല, അവരുടെ യൂട്യൂബ് ചാനലും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അവരുടെ അമ്മ അവരെ ഉപദ്രവിച്ചു, അവരുടെ സഹോദരപുത്രൻ അവരെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തിൻ്റെ ബാക്ക് ഭാഗത്ത് അടയാളമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു സംഭവത്തിൽ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്തു. അപ്പോൾ ഉമ്മയ്ക്ക് ഒരേ നിർബന്ധം, പുള്ളിക്കാരത്തി വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് നിർബന്ധം. പക്ഷേ 5 ചെറിയ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് പോലീസുകാർ പറഞ്ഞതെന്ന് വെച്ചാൽ എങ്ങും പോവണ്ട, അവിടെ തന്നെ കഴിഞ്ഞാൽ മതി. പരസ്പരം ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നത് അതായത് ഷാജി ഉണ്ടാക്കുന്ന ഭക്ഷണം അലമാരയ്ക്കകത്തോ മറ്റോ കൊണ്ടുവന്ന് പൂട്ടി വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആണ് അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വന്നൊരു വൈറലായിട്ടുള്ളൊരു സംഭവമാണ്, ഷാജിയുടെ ഉമ്മ ഷാജിയെ ആക്രമിക്കാനായിട്ട് ചെന്നു എന്നൊരു അതിൻ്റെ ഒരു വീഡിയോയും ഉണ്ട്, തെളിവോട് കൂടിയാണ് പുള്ളിക്കാരത്തിയുടെ ചാനലിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ചിട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റിന് ഞാൻ വളരെയധികം വാല്യൂ ആണ് നൽകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഈ അമ്മച്ചിയുടെ കയ്യിൽ വെട്ടുകത്തി ഇരിപ്പുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്തിനാണ് അവർ വെട്ടുകത്തി എടുത്തതെന്നൊന്നും നമുക്കറിയില്ല, അതൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും പലരും കമൻറ്റ് ബോക്സിൽ പല രീതിയിൽ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ ഷാജിയെ കുറ്റം പറഞ്ഞ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, എന്നാൽ മറ്റു ചിലർ അമ്മയെ കുറ്റം പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ അമ്മയ്ക്ക് എന്തോ ചെറിയ തകരാറുള്ളത് പോലെ തോന്നി. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, ആ അമ്മയുടെ ആ ഒരു സംസാര രീതിയും ആ ഒരു തുള്ളലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. സാധാരണ എനിക്ക് തോന്നുന്നു നോർമലായിട്ടുള്ളൊരു വ്യക്തി അങ്ങനെ കിടന്ന് തുള്ളുമോ? നമ്മളാരെയും കണ്ടിട്ടില്ല. പലരും തമ്മിൽ വഴക്ക് കൂടുന്നതും തെറി വിളിക്കുന്നതും ഒക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വിട്ട് ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ആ ഒരു അമ്മയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടോ എന്ന് അറിയില്ല, തീർത്തും ഞാനത് പറയുന്നില്ല. പക്ഷെ അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ, രണ്ടാളുടെ കയ്യിലും നല്ല തകരാറുണ്ട്. ഇപ്പോൾ ആ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ, അവരെ ഞാൻ കണ്ടെടുത്തോളം എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ചാൽ, ഷാജിയുടെ ഇപ്പോഴത്തെ ആ ഒരു രീതി എന്ന് വെച്ചാൽ, ഷാജി ആളിപ്പോൾ പഴയത് കണക്കൊന്നുമല്ല, കുറച്ച് മോഡേൺ ആണ് പുള്ളിക്കാരത്തി. അതിന് ഷാജിയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഭർത്താവ് മരിച്ചുപോയി എന്ന് കരുതിയിട്ട് ഇന്നത്തെ കാലത്ത് കരഞ്ഞും വിളിച്ചു വിരിക്കുന്ന പെൺപിള്ളേരൊന്നും ഉള്ള കാലമൊന്നുമല്ല ഇന്നത്തേത്. അതൊക്കെ കുറച്ച് പുറകിലോട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. പുള്ളിക്കാരത്തേക്ക് കുട്ടികളെ വളർത്തണം, അതിനു വേണ്ടിയിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും പോകുന്നു വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, അതിലൊന്നും നമ്മളൊരു തെറ്റും കാണുന്നില്ല. അപ്പോൾ പുള്ളിക്കാരത്തി ഇടുന്ന ഡ്രസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലും പാൻറ്റും പലാസ മോഡലുള്ള പാൻറ്റും ഇറക്കം കുറഞ്ഞ ടോപ്പ്, അതൊക്കെയാണ് പുള്ളിക്കാരത്തി ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്കൊന്നും ഒന്നും തോന്നില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാവരും ധരിക്കുന്ന വേഷം തന്നെയാണ്. പക്ഷേ ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ ആണെങ്കിൽ, അത് ഉമ്മമാരായാലും അമ്മമാരായാലും ആരായാലും, അവർക്ക് ചിലപ്പോൾ അതൊന്നും ദഹിച്ചു എന്ന് വരില്ല.
പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനൊക്കെ ഒരു പ്രത്യേക സ്വാതന്ത്ര്യം കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട്. അവർക്ക് നമുക്കറിയാം വേഷങ്ങൾ, ഹിന്ദുക്കളുടെ വേഷങ്ങളും മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടികളുടെ വേഷങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ വളർന്നതാണ് ആ ഒരു ഉമ്മ എന്ന് പറയുന്നത്. അവർ കുറച്ച് പഴയ ഒരാളാണ്. അപ്പോൾ അവർക്ക് ഈ പെൺകുട്ടിയുടെ വേഷങ്ങളും ഈ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരിക്കാം ഒരു പക്ഷേ. അതുകൊണ്ടായിരിക്കാം ഇവർക്ക് ഈ ഒരു സ്ത്രീയോട്, ഈ ഒരു പെൺകുട്ടിയോട് ഒരു അകൽച്ചയുള്ളത്. അതുമാത്രമല്ല, ഈ ഒരു വീഡിയോ കണ്ടതിൽ ഇവർ കയ്യിൽ വാക്കത്തി ഒളിപ്പിച്ച് വെച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഒരു പക്ഷേ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അവരത് കയ്യിലെടുത്തതും ആവാം. അതിനുശേഷം ഷാജി അവരോട് വെല്ലുവിളിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് വീഡിയോ എടുക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവരതങ്ങനെ പതുക്കി വച്ചതായിരിക്കും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ഷാജിയെ വെട്ടിക്കൊല്ലാനായിട്ടൊന്നും ആയിരിക്കില്ല അവരത് എടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പുള്ളിക്കാരത്തി വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ, ചിലപ്പോൾ ഇവർ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവരിങ്ങനെ ബാക്കിലോട്ട് വച്ചതായിരിക്കും. പക്ഷേ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ, ഷാജി നല്ല രീതിയിൽ ആ ഒരു അമ്മയെ പ്രവോക്ക് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ വയസ്സായ സ്ത്രീയാണ്, അവർക്ക് പരിമിതികളുണ്ട്. അത് കുറച്ചെങ്കിലുമൊക്കെ താൻ മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ കുറച്ച് പ്രായമായ ആളുകൾ കൂടുതലും അവർ കുറച്ചൊരു ഏകാന്തതയൊക്കെ ഇഷ്ടപ്പെടും. മക്കളും കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് ഏകാന്തതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. നമുക്കറിയാം, 1-2 കുട്ടികളുള്ള വീട്ടിൽ തന്നെ കുട്ടികൾ ഒച്ചപ്പാടും ബഹളമാണ്. അപ്പോൾ ഒരേ ഏജിലുള്ള 5 കുട്ടികളുള്ള വീട്ടിൽ കുട്ടികൾ തമ്മിൽ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് വികൃതി കൂടുതലാണ്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കും വികൃതിയുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും ഈ കുട്ടികൾ ഒച്ച വയ്ക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ അമ്മച്ചിക്ക് അത് ആയിരിക്കാം. അപ്പോൾ ആയിരിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഷാജിയുടെ ഇതിന് മുമ്പുള്ള പല ഇൻ്റർവ്യൂകളിലും പല വീഡിയോകളിലും ഷാജി പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതായത്, എൻ്റെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത്, എൻ്റെ ഉമ്മയല്ല എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പിന്നീട് ഉമ്മയ്ക്ക് അനിയത്തിമാരെയാണ് ഇഷ്ടം എന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഉമ്മയ്ക്ക് അനിയത്തിമാരോട് സ്നേഹം വരണമെന്നുണ്ടെങ്കിൽ ആ അനിയത്തിമാർക്ക് ഉമ്മയോടും സ്നേഹക്കൂടുതലുണ്ടായിരിക്കാം. ഷാജി ഇതിനു മുമ്പും വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. കുറച്ച് ദിവസം മുമ്പ് ഷാജിയെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയിൽ ഇവിടെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നല്ല ചുമന്ന അടയാളത്തിൽ കിടന്ന ആ ഒരു വീഡിയോയിൽ തന്നെ അവരെ മാക്സിമം അങ്ങേറ്റം പ്രൊവോക്ക് ചെയ്യുന്നത് ഷാജി. തള്ളച്ചി എന്നൊക്കെ വിളിച്ചിട്ട്. അതായത് അവരുടെ അനിയത്തിയുമായിട്ടുള്ള ഒരു ഇഷ്യൂ, അത് ചാനലിൽ വന്ന് ലൈവിൽ പറഞ്ഞത് ഷാജി തന്നെയാണ്. അതാണ് തുടക്കം ഇട്ടത്. അപ്പോൾ ഈ അമ്മ കയറി ചെന്നു, ഇവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് സ്വാഭാവികമാണ്. ഷാജിക്ക് ചിലപ്പോൾ ഷാജിയുടെ അനിയത്തിമാരോട് സ്നേഹമൊന്നും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ അമ്മമാർക്ക് എത്ര മക്കളുണ്ടോ അവരെല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ മറ്റ് പെൺമക്കളെ അതും തെറ്റ് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവർക്കത് ഇഷ്ടമില്ലാതെ വന്നു. അപ്പോൾ അവർ അതിനെ എതിർത്തപ്പോൾ പിന്നീട് ഷാജി അങ്ങ് തുടങ്ങി, തള്ളമിണ്ടരുത്, മിണ്ടാതെ പോതള്ളേ എന്നും പറഞ്ഞങ്ങ് തുടങ്ങി. സത്യത്തിൽ ഇവിടെ ആരാണ് ഇടിഞ്ഞു താഴുന്നത്? സ്വയം ഇടിഞ്ഞു താഴുന്നത് മറ്റാരുമല്ല, ഷാജി തന്നെയാണ്. കാരണം ലൈവ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സമയത്തെങ്കിലും കുറച്ചൊന്ന് മാന്യതയോടുകൂടി മിണ്ടാണ്ടിരിക്കായിരുന്നു. അപ്പോൾ അത് ചെയ്യാണ്ട് വീണ്ടും ആ അമ്മയുടെ പ്രതിഷേധം അവരെ അറിയിച്ചിട്ട് കൂടി മൈൻഡ് ചെയ്യാതെ വീണ്ടും അനിയത്തിമാരുടെ ദുഷിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാജിദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അമ്മയ്ക്കത് ഇഷ്ടമാവില്ല, ഒരിക്കലും ഇഷ്ടമാവില്ല. മക്കളെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അപരാധം പടച്ചിറക്കി വിട്ടാൽ ഏതമ്മയ്ക്കാണ് ഇഷ്ടമാവുന്നത്? ഒരമ്മയ്ക്കും ഇഷ്ടമാവില്ല. ഷാജി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഷാജിയുടെ കുട്ടികളൊക്കെ വലുതായി. ഇപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വെട്ടുകത്തി ഒളിപ്പിച്ചു, കണ്ടില്ലേ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ മനസ്സിൽ കൂടി വിദ്വേഷം ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അമ്മ വെട്ടുകത്തിയുടെ ആ ഒരു സംഭവമൊക്കെ വീഡിയോ എടുത്തിട്ട് സമൂഹത്തിലുള്ള ആളുകളെ കാണിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ വെട്ടുകത്തി കൊണ്ടുവന്നെങ്കിൽ നിങ്ങളതിൻ്റെ പ്രൂഫ് കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കാണിച്ചാൽ പോരെ? നിങ്ങളെന്തിനാണ് സോഷ്യൽ മീഡിയയിലിട്ട് സ്വയം പല്ലട കുത്തി നാട്ടിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾ സ്വയം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 പേരുടെ കയ്യിലും തെറ്റുണ്ട്. കൂടുതൽ തെറ്റ് ഷാജിയുടെ ഭാഗത്ത് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. ഇനി ഷാജിയുടെ ഫാൻസൊക്കെ വന്നിട്ട് ഇവിടെ തൂറി മെഴുകി വെച്ചാലും ശരി തന്നെ,
ഞാനതേ പറയൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്തെങ്കിലും കുറച്ചൊന്ന് പൊന്തിച്ച് നിൽക്കുമ്പോൾ ഇവർ കുറച്ചൊന്ന് അടങ്ങി കൊടുത്താൽ തീരത്തൊക്കെ പ്രശ്നമേ ഉള്ളൂ. അതിന് പകരം ആ അമ്മച്ചിയെ ഇട്ട് ഭ്രാന്ത് പിടിപ്പിക്കുന്ന കണക്ക് സംസാരിക്കും. പെണ്ണാണെങ്കിൽ വെട്ട്, പെണ്ണാണെങ്കിൽ വെട്ട്. എന്താ ഇത്? അവരെന്തോ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ആ അമ്മച്ചി. അപ്പോൾ ആ അമ്മച്ചീൻ്റെ അടുത്ത് പെണ്ണാണെങ്കിൽ വെട്ട്, ധൈര്യമുള്ള പെണ്ണാണെങ്കിൽ വെട്ട്. എന്ത് പറച്ചിലാടോ. ആദ്യം ഷാജി ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഷാജിക്ക് നല്ല വരുമാനമുണ്ട്, 5 ആൺകുട്ടികളാണ്, ഒക്കെ ശരി തന്നെയാണ്. ഷാജി അവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വെച്ചിരിക്കുന്ന ഈ ആമക്കളൊന്നും എന്നും തൻ്റെ ചിറകിൻ കീഴിൽ തന്നെ നിൽക്കത്തില്ല. തന്നെ ഒരു ആപത്ത് കാലത്ത് നോക്കേണ്ടത് അന്യഗൃഹത്തിൽ നിന്നും വരുന്ന പെൺകുട്ടിയാണ്. ആ ഒരു ബോധം മനസ്സിലുണ്ടാവണം. കാരണം നിങ്ങൾ ഇത്രയും മോശമായാണ് നിങ്ങളുടെ അമ്മയോട് പെരുമാറുന്നത്. അമ്മ അങ്ങനെ ഇത്രയും മോശമായി അമ്മ പെരുമാറുന്നതോ എന്ന് പലരും ചോദിക്കുന്നുണ്ടാവാം. അമ്മ പെരുമാറുന്നുണ്ടെങ്കിൽ സ്നേഹം എന്ന് പറയുന്നൊരു സാധനം കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടത്തുള്ളൂ. ബാക്കി 2 പെൺമക്കളെ അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? ഇവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് അവരവരുടെ മറ്റു 2 പെൺമക്കളെയും സ്നേഹിക്കുന്നു. ഷാജിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവർക്ക് ആ ഒരു സ്നേഹം കിട്ടുന്നുണ്ടാവില്ല. പിന്നെ പോരെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവർ ഏജ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പോൾ ഇവർ ഈ പറയും പോലെ അവരുടെ ഇതായിട്ടുള്ള ഡ്രസ്സിങ്ങിലായാലും ഷാജിക്ക് വന്ന മാറ്റങ്ങൾ നമ്മളെല്ലാവരും കാണുന്നതാണ്. നമുക്കതിൽ വിഷയമൊന്നുമില്ല. പക്ഷേ എല്ലാവരും ന്യൂജനല്ല. അമ്മച്ചിമാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് പ്രായമുള്ളവരാണ്. അപ്പോൾ അവർക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാതെ വരും. അപ്പോൾ അതുമാത്രമല്ല, കുട്ടികളുമായിട്ട് കറങ്ങി നടക്കുന്നു. കുട്ടികളെ കൊണ്ടായാലും കുട്ടികൾ കൂടിയായാലും കൂടാതെ ആണെങ്കിലും ശരിക്കും പറയുകയാണെങ്കിൽ ഷാജി പോകുന്നത് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനും അതിനും ബ്ലോഗ് ചെയ്യാനൊക്കെയാണ് പോകുന്നത്. പക്ഷേ ആ അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ ഒരുപക്ഷെ വളരെ അച്ചടക്കമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആ ഒരു ലേഡി ആയിരിക്കാം. അതുമാത്രമല്ല, ഉമ്മയുടെ കൂടുതൽ കളിച്ചാൽ, ഇന്നാളൊരു വീഡിയോയിൽ അവർ പറഞ്ഞതാണ് 2-3 ദിവസം മുമ്പ് അമ്മയുടെ ജട്ടിയിട്ട ഡാൻസ് ഞാൻ യൂട്യൂബിലിട്ട് നാറ്റിക്കും എന്നൊക്കെ ഈ ഷാജി പറയുന്നത് നമ്മൾ കേട്ടതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ 100% തെറ്റി ഷാജിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അങ്ങനെ അമ്മ ഒരു ഡേഞ്ചറായിട്ട് ഷാജിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമില്ലല്ലോ. തടി വടി പോലെ അതിൽ 2 കുട്ടികളാണ് ചെറുതായിട്ടുള്ളത്. ബാക്കി 3 കുട്ടികളും ഷാജിക്കൊപ്പം നിൽക്കാറായ ഇച്ചിരി അറിയാറായ കുട്ടികളാണ്. അപ്പോൾ ഷാജിക്ക് വേണമെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്താലും 5 ആൺകുട്ടികളാണ് കൂടെയുള്ളത്. ധൈര്യമായിട്ട് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നീട് കൂടെ ആരെങ്കിലും ഒരാളെ കൂടി ആക്കിയാലും കുഴപ്പമില്ല. ആരും നോക്കാനും കാണാനും ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. കൂട്ടത്തിൽ നിർത്തിയാലും കുഴപ്പമില്ല. എവിടെയെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യാൻ പോകുന്നെങ്കിൽ വരാൻ താമസിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂട്ടായിട്ടിരിക്കും. ഇപ്പോൾ അവർക്ക് അതിനുള്ള വരുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. വെറുതെ എന്തിനാണ് സ്വയം പല്ലട കുത്തി നാറ്റിക്കാനായിട്ട് ഇരിക്കുന്നത്? എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഷാജിയുടെ കയ്യിൽ തന്നെയാണ് തെറ്റ്. ആ അമ്മച്ചിയെ ഇട്ട് പ്രൊവോക്ക് ചെയ്ത് ഭ്രാന്തടിപ്പിച്ചിട്ട് അവരെ വായിലിരിക്കുന്നത് പറഞ്ഞ് അവരൊക്കെ ഒരുപക്ഷെ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അവർ വെട്ടുകത്തിയെടുത്തതായിരിക്കാം. എനിക്ക് തോന്നുന്നു ഷാജി ആഗ്രഹിച്ചതും അത് തന്നെ ആവണം. കാരണം ഒരു കണ്ടൻ്റ് ആണല്ലോ. ഷാജിയുടെ അമ്മ വെട്ടുകത്തി എടുത്തു എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു വിഷയമാക്കുമ്പോൾ അത് ശരിക്കും വ്യൂസ് കയറും, ആളുകൾ കാണും. ഇതേ ഇപ്പോൾ വൈറലായി ഷാജിയുടെ കേസൊന്ന് അണഞ്ഞിരുന്നതായിരുന്നു. അതിപ്പോൾ വീണ്ടും പൊടി തട്ടി എടുക്കാൻ പറ്റി ഷാജിക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുള്ളിക്കാരത്തെ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. എന്തായാലും ആ അമ്മച്ചി വെട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണെങ്കിൽ അപ്പോൾ അവർ വെട്ടിയാനെ. അവരെ ഒരുപാട് പ്രൊവോക്ക് ചെയ്യാണ്. വെട്ട്, പെണ്ണാണെങ്കിൽ വെട്ട്. എന്തുവാടോ താൻ ഈ കാണിക്കുന്നത്? താൻ തൻ്റെ മക്കളെ ഒക്കത്ത് നിർത്തിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ആ കുട്ടികൾ ഇതൊക്കെ കേട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും അച്ചടക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. താൻ ഇങ്ങനെ ഇപ്പോൾ ചേർത്ത് വെച്ച് താൻ തൻ്റെ മക്കളെ ചൊതുക്കിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. കടകളിലൊക്കെ കൊണ്ടുപോയി അവർക്ക് ഇഷ്ട ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുത്ത് കറങ്ങി ജോളി അടിച്ച് നടക്കുന്നു. നാളൊരു സമയം ഈ കുട്ടികൾ തന്നെ തിരിഞ്ഞു കൊത്തുന്ന സമയം വരാതിരിക്കട്ടെ. കാരണം താൻ തൻ്റെ ഉമ്മയോട് ഇങ്ങനെ കാണിക്കുന്നത് കണ്ടാണ് ആ കുഞ്ഞുങ്ങൾ വളരുന്നത്. ആ ഒരു ബോധം തൻ്റെ മനസ്സിലുണ്ടാവണം. ഇന്നല്ലെങ്കിൽ പണ്ട് കാലത്ത് എപ്പോഴെങ്കിലും തൻ്റെ ഉമ്മയും തന്നെ അടക്കി ചേർത്ത് പിടിച്ചായിരിക്കണം വളർത്തിയിട്ടുണ്ടാവുക. എന്തായാലും പെൺകുട്ടികളെ വിവാഹപ്രായമാകുന്നത് വരെ അങ്ങനെ ചിലപ്പോൾ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ താൻ അടിച്ചു പൊളിച്ച് തൻ്റെ മക്കളെ നോക്കുന്നത് പോലെ പണ്ട് കാലത്ത് അവർക്ക് തന്നെ സംരക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും ആ അമ്മ തന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട്. പണ്ട് കാലത്ത് ഏതമ്മയാണ് മക്കളെ സ്നേഹിക്കാത്തത്? താൻ ഇന്ന് തൻ്റെ മക്കളെ സ്നേഹിക്കുന്നില്ലേ?
ശരിക്കും പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അമ്മയുടെ തുള്ളലും കൂത്തും ഒക്കെ ഇട്ട് ശരിക്കും താൻ തന്നെയാണ് സ്വയം നാറിയത് എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും എനിക്ക് ഇത്രയും കാര്യങ്ങളെ ഇതിൽ പറയാനുള്ളൂ. ഇനി കൂടുതൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഒന്നും തലയ്ക്കകത്തോട്ട് കയറാത്തൊരു സ്ത്രീയാണ് ഷാജിദ ഷാജി എന്ന് പറയുന്നൊരു വ്യക്തി. ആരെയും കൂസൂല. അവരവരുടേതായിട്ടുള്ള രീതിയിൽ മാത്രം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് അനേബിൾ ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.